ഹലോ നമസ്കാരം, സaiarts ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓഡിയോ സ്പെക്ട്രം ആനിമേഷനെ കുറിച്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ സൗണ്ട് ഒന്ന് കുറച്ചേക്കാം. ഓക്കെ, കണ്ടോ? അപ്പം ഈ ടൈപ്പ് ഒരു അനിമേഷൻ ഞാൻ വേറൊരു വീഡിയോസ് കൂടെ കാണിക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് പല ടെക്സ്റ്റുകളിൽ ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പം ഇങ്ങനത്തുള്ള ഒരു ടെക്സ്റ്റ് അനിമേഷൻ എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാം എന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിന് ശേഷം ഞാനിവിടെ മെയിൻ കോമ്പ്, ഓക്കെ. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഓഡിയോസ്, ഞാൻ ഓഡിയോസ് എടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ടിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലിടുന്നു. ഇട്ടതിന് ശേഷം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഞാനിവിടെ ബാസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ആദ്യമേ തന്നെ അലൈൻ ചെയ്യുക. ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെക്സ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മാസ്ക് വന്നിട്ടുണ്ട്. നമുക്കിത് ഹൈഡായിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടൂഗിൾ മാസ്ക് ഷേപ്പ് പാത്ത് വിസിബിലിറ്റി ഓഫാണ്. ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മാസ്ക് ക്ലിയർ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ മാസ്ക് ലെയർ, ഈ ഔട്ട്ലൈൻ എഴുതിയ മാസ്ക് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഓഡിയോ സ്പെക്ട്രം നടപ്പുണ്ട്, അത് അപ്ലൈ ചെയ്യാം. അപ്ലൈന് ശേഷം നമ്മുടെ ഈ ലെയറിനകത്ത് വന്നിട്ട് അതിന് ഓപ്ഷൻ കയറുക, അതിൽ മാസ്ക്, അതിൽ ഫസ്റ്റ് കിടക്കുന്ന ബി ഇൻവേർട്ട് ടിക്ക് ചെയ്യുക. ടിക്കിന് ശേഷം ഇത് റീനെയിം ചെയ്യുന്നു. ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് അത് ഫസ്റ്റ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം, കാരണം ബിക്ക് അകത്ത് 2 മാസ്ക് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ബി എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. ബി, ഓക്കെ. കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഓഡിയോ ലെയർ കണ്ടോ? ഓഡിയോ ലെയർ എടുത്തതിന് ശേഷം ഇതിനകത്ത് ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ കണ്ടോ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്കിവിടെ ഈ വിസിബിൾ മാസ്കിൻ്റെ വിസിബിൾ ഞാൻ ഹൈഡ് ചെയ്യാണ്. ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടൈം ലൈൻ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ? ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിൽ തൊട്ട് താഴെ ഫ്രീക്വൻസികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റാർട്ട് ഫ്രീക്വൻസി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 50-51 അപ്ലൈ ചെയ്യാം. അതിനുശേഷം എൻ്റെ ഫ്രീക്വൻസി 2000 ആയിരിക്കും കിടക്കുന്നത്, അത് നമുക്കൊരു 600 കൊണ്ടുവരാം. അല്ല, ഫ്രീക്വൻസി ബാൻഡ് അത് എന്ന് പറയുന്നത് നമുക്കൊരു 64 കിടക്കുന്നത് ഇച്ചിരി ഹൈ ആക്കണം, ഒരു 400 കൊടുക്കുക. കൊടുത്തതിന് ശേഷം മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 480, അത് 620 അപ്ലൈ ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ്നെസ് 0 ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെറിയ ആ ഒരു മാസ്ക് ആണ് നമുക്ക് അത്രയും അത് കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഹിൻഡർപോളേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 179 അല്ലെങ്കിൽ 180 കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ ഓപ്ഷനിൽ പോയിട്ട് അനലോഗ് ഡോട്ട്സ് കൊടുക്കുക. ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും നമുക്ക് അനിമേഷൻ ആക്കുന്നത്. കണ്ടോ? ഇപ്പോൾ ഡോട്ട്സ് ആണ്. അപ്പോൾ ഡോട്ട്സ് മറ്റേ ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ലൈൻ പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോ? സ്ട്രെയിറ്റ് ടു ലൈൻ പോലെ. ഓക്കെ, നമുക്ക് ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ, അപ്പം ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റിനകത്ത് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ്. ഇനി സെക്കൻഡ് ബി സെലക്ട് ചെയ്യുക, വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, ലെയർ സെലക്ട് ചെയ്യണം, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, അവിടെ പോയിട്ട് നെക്സ്റ്റ് ബി. ഓക്കെ, അപ്പോൾ ഫുൾ ബി കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നത് ആനിമേഷൻ കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്ന ആനിമേഷൻ. കണ്ടോ? ഇനി നമുക്ക് വീണ്ടും ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, നെക്സ്റ്റ് എ സെലക്ട് ചെയ്യുക, വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, ലെയർ സെലക്ട് ചെയ്യണം, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, സെക്കൻഡ് എയ്ക്കകത്തുള്ള സെക്കൻഡ് ഷേപ്പ്, വീണ്ടും ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്,
നെക്സ്റ്റ് ലെറ്റർ, വീണ്ടും ലെയർ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ കണ്ടോ. ഓക്കെ, നമുക്ക് അനിമേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്കയായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ ഹ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ആവും കണ്ടോ. അത് ഓരോ ലെറ്ററിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ലെറ്ററിന് ഈ കളറാണ് വേണ്ടത്. അപ്പം നമുക്ക് എ ലെറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ബിക്കകത്ത് വന്നതിന് ശേഷം കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കളർ കിട്ടും കണ്ടോ. ഹ്യൂ കളറെല്ലാം കിട്ടും നമുക്ക്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ലെയറിൽ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. എടുത്തതിന് ശേഷം എഫക്ട്സ്, സ്റ്റൈലൈസ്, ഗ്ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്ലോ കിട്ടും നമുക്ക്. ഗ്ലോയ്ക്കകത്ത് നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് നോർമലി ഒരു ഗ്ലോ നമുക്കവിടെ കിട്ടും കണ്ടോ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ന്യൂ സോൾ ലെയർ എടുക്കുന്നു, സാബർ. ഓക്കെ, ലെയറിൽ എഫക്ട്സിൽ വീഡിയോ കോപ്പൈലറ്റ്, സാബർ അപ്ലൈ ചെയ്യുക. അതിൽ സെലക്റ്റിൽ പോയിട്ട് ഫ്യൂവൽ അപ്ലൈ ചെയ്യാം. ഫ്യൂവൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ കസ്റ്റമൈസ് കോറിനകത്ത് പോയിട്ട് സാബർ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് തൊട്ട് താഴെ വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ബാസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ടെക്സ്റ്റ് നമുക്കിവിടെ ആ ഫ്യൂവൽ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് സ്റ്റാർട്ട് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് മാസ്ക് ഇവല്യൂഷൻ കീ കൊടുക്കുക. ഒരു 8 ഫ്രെയിമോ അല്ലെങ്കിൽ ഫുൾ സീക്വൻസ് എത്രയാണോ വെച്ചാൽ അത്രയും നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ 8 ഫ്രെയിമേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ സ്റ്റാർട്ട് സൈസ് 0 കൊടുക്കുന്നു. എൻഡ് ഞാനൊരു 78 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. എനിക്ക് അനിമേഷൻ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സാബറിൻ്റെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ അറിയണമെങ്കിൽ പഴയ ക്ലാസ്സിൽ കയറി നോക്കി കഴിഞ്ഞാൽ സാബറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുണ്ട്. ഇനി ഞാനിതിൽ പോയിട്ട് ബ്ലെൻഡിങ് മോഡിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓവർലേ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ, നമുക്ക് ആ അനിമേഷനെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ട് വീണ്ടും പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫൈനൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത മെയിൻ കോമ്പോസിഷൻ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടുക, ഈ ഫൈനൽ കോമ്പോസിഷനിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം കോമ്പോസിഷന് ഡ്യൂപ്ലിക്കേറ്റ് ഇടുക, എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഫസ്റ്റ് കിടക്കുന്ന ലെയറിന് ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ കൊടുക്കുന്നു. സ്ക്രീൻ കൊടുത്തിട്ട് തൊട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്യുക. ഓപ്ഷനിൽ പോയിട്ട് ട്രാൻസ്ഫോമിൽ വന്നതിന് ശേഷം ഇത് 3D ആക്കുക. ലെയർ 3D ആക്കണം. 3D ആക്കിയതിന് ശേഷം എക്സ് റൊട്ടേഷൻ 90 ഡിഗ്രി കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പൊസിഷൻ Y ആക്സിസ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്തതിന് ശേഷം ഒരു 123 ഒക്കെ കൊടുത്തിട്ട് എക്സ് Y ആക്സിസ് ജസ്റ്റ് ഞാനൊരു കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. ഒരു 300, 350 കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇത്രയും കിട്ടി. ഇനി ഈ മെയിൻ കോമ്പോസിഷനകത്ത് എഫക്ട്സിൽ പോയിട്ട് നമ്മുടെ സിമുലേഷനിൽ CC ബാൾ ആക്ഷൻ എടുക്കുക. അവിടെ ഗ്രിഡ് സ്പേസിങ് ഒരു 3, അതുപോലെ തന്നെ ബാൾ സൈസ് ഒരു 50 കൊടുക്കുക. അപ്പോൾ നമുക്ക് തട്ട് താഴെയിട്ട് ഡോട്ട് പോലെ അടക്കും കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അനിമേഷൻ അനുസരിച്ച് തൊട്ട് താഴത്തെ ലെയറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ആ ഒരു ഫ്ലോറിലെ റിഫ്ലക്ഷനും കിട്ടി, നമുക്ക് ആ അനിമേഷൻ അതേപോലെ കിട്ടി. ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ആഡിയോ സ്പെക്ട്രം എന്ന് പറഞ്ഞ ആനിമേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല ടെക്സ്റ്റുകളിൽ പല രീതിയിൽ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ ബെൽ ബട്ടൺ
പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക. കുറച്ച് നേരം എന്നോടൊപ്പം ഒന്ന് കൂടിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.